with the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. ഇനി ഒരിക്കൽ കൂടി ഇത് ചെയ്യുവാന്നേ ഓർത്തോ. പിന്നെ നീ ആ ഫോൺ കാണുകയല്ല. മൈൻഡ് ഇറ്റ്. സോറി മാം. Sit. So, violence is raging nature. Whose phone is that? It's yours, ma'am. Sorry. Hello? ഞാൻ ക്ലാസ്സിലാ. എന്നതാ? I can't hear you. Hello? I can't hear you. Hello? Hello? Hold for a second. Hello? Hello? Jesus, ഇവരിത് എന്നാ ഭാവിച്ചോണ്ടോ? ഇയാൾ എന്റെ പണി കളയാനാണോ ഈ തോട്ടത്തിൽ മരുന്നടിക്കുന്ന കുന്ത്രാണ്ടും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ നിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നേ. അത് നീ കുരിശേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പൽ എന്നോട് കലിപ്പാ. പ്രിൻസിപ്പലിന്റെ അമ്മൂമ്മയുടെ നായരുടെ മാമോദിസ. നീ എളുപ്പം വന്ന് വന്നിക്കരുത്. സാറാമ്മച്ചി ഒന്ന് വേഗം വാ. എന്നതായി കാണിച്ചേ? ഞാനൊരു 100 വട്ടം നീ പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞ നീ വണ്ടിയോട്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഹലോ. Wow! 10th anniversary? Yes. നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ 10ാം വാർഷികം. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. നമ്മുടെ കെട്ടി നടക്കാൻ ഈ ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. പറയട്ടാ. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേടാ? നീ പറഞ്ഞില്ലേടാ? നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ? അയ്യോ, എല്ലാ വചനം പറയരുത് കേട്ടോ. നീ പറയൂടാ. നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ. പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാൻഡി സാറാൻഡി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി ബോഡി കേട്ടില്ല. അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്കവിടെ ഏതാ കുറ്റി? ചുമ്മാ പറയുവാ. ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു? എന്നതാ സാലിയോ? ഒരു ഉണ്ട. അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കെ, ആ ഉണ്ടയുടെ പേരെന്നാ? ഷാനി. ഈ ഇച്ചായന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടിന്ന് വരുന്ന ആ കട്ടയല്ലയോ?
ആ കറക്റ്റ്, അവളൊരു ഐറ്റമാണ് മഹനെ. വൃത്തിയിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോടും ചോദിച്ചാ മതി. ദാ എനിക്ക് പോണം. ദാ, നീ ആ കോപ്റ്ററിന്റെ ഡ്രൈവർ മൂർത്തിയെ കൊണ്ട് വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ ഡേ, ആ വിരൽ നീട്ടിക്ക്. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളൊക്കെ ഉള്ളൂ. ബോറടിച്ച് തീരുന്ന ജീവിതമാണ്. അല്ലാതെ വേറെ ഒന്നും നേരാൻ വേണ്ട നടക്കുന്നില്ല. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാം ഒരു രാത്രി കൊണ്ടാ. ആനി 9-ാം വയസ്സിലാ 2 മരണങ്ങൾ കൺമുന്നില്. അവളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയെ വാർഡൻ വിളിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ, ഞാൻ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എന്നതായി വരുമോ സാറേ? കടുത്തുരുത്തി എം എൽ എ രാജിവെക്കേണ്ടി വരുമോ? പുള്ളി തയ്യാറല്ലെന്നാണല്ലോ. എന്റെ അനിയ, ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ. അവിടെ എന്നൊക്കെ നടക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് MC പോൾ സാറ് തീരുമാനിക്കും. അത് ഉമ്മച്ചൻ MLA-ക്കും ബാധകമാ. അതാണ് ഞങ്ങളുടെ ജനാധിപത്യം. കേരളത്തിലെ വിശിഷ്യ മധ്യ തിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ശക്തിയും ഊർജവും. ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ക്ഷതമേൽക്കും വിധം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അതാര് തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാവണം. ഒന്ന് മാറിക്കേ സാർ. സംസ്ഥാന കമ്മിറ്റി സാറിന്റെ രാജി ആവശ്യപ്പെടുമെന്നാണല്ലോ സാറിന്റെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി മേളിൽ നടക്കുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ? പിന്നെ സ്ഥാനമാനങ്ങളൊന്നും ഉമ്മച്ചൻ എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പൊ ഇത്രയും പോരെ സഹോദര? ഉമ്മച്ചൻ വന്നല്ലോ. കടുത്തുരുത്തി MLA-യും പാർട്ടിയുടെ പടക്കുതിരയുമായ ശ്രീ ഉമ്മച്ചന്റെ മേലാണ് വാഗമണ്ണിൽ നടന്നതായി പറയപ്പെടുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ ഉത്തരവാദിത്തം പോലീസും മാധ്യമങ്ങളും റവന്യൂ വകുപ്പും ചാർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങളെ നേരിടാൻ വ്യക്തി എന്ന നിലയിലും നിയമസഭാ ഈ അവസരത്തിൽ പാർട്ടി ശ്രീ ഉമ്മച്ചന്റെ MLA സ്ഥാനം സംരക്ഷിക്കുകയാണോ വേണ്ടത്, അതോ പകരം ആ പദവി ഉപേക്ഷിക്കുകയും ഉമ്മച്ചൻ ഒരു സാധാ പൗരനായി അന്വേഷണത്തെ നേരിടുകയുമാണോ വേണ്ടത്? ചെയർമാന്റെ തീരുമാനത്തിന് വിടുന്നു. എനിക്ക് പറയാനുള്ളത് കൂടി ബഹുമാനപ്പെട്ട ചെയർമാൻ. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചന്റെ പേര് ബന്ധപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കാവില്ല. സോളിഡ് ആൻഡ് സ്ട്രോങ് എവിഡൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീ ഉമ്മച്ചൻ രാജി സമർപ്പിക്കുക. എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മച്ചൻ ഇത്തവണ കിട്ടിയ 36,444 എന്ന ഭൂരിപക്ഷം ഇരട്ടിയാക്കി മലങ്കരയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം കൊണ്ട് മറുപടി നൽകുകയാണ് വേണ്ടത്. യോഗം ഊണ് കഴിഞ്ഞേച്ച് തുടരും. നീ കൊച്ചിക്കൊന്നും പോയി കളയരുത്, വീട്ടിലോട്ട് വരണം. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി. എന്നതാ? പറയാം. എന്നെ ചടിച്ചേച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ഇളയമോൻ ബെന്നിയെ കടുത്തുരുത്തി നിർത്താനാ കളവന്റെ പ്ലാൻ. നടക്കുകയല്ല പോൾ സാറേ, ഉമ്മച്ചൻ നടത്തിച്ച് തരികയില്ല.
DK വന്നു. DKയോ? അന്ന് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഓ, ഞങ്ങൾ പഴയ CMS ബാച്ച് DK എന്നാ വിളിക്കുക. ആ വക്കീലപ്പ നേരത്തെ എത്തി. ഇപ്പം ഇതിപ്പോ ബാർ അസോസിയേഷൻ മുഴുവനുണ്ടല്ലോ. നിങ്ങളെ കയറ്റി അകത്തിരുത്താൻ ഞാൻ ആ മേനോനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങേര് വന്ന് വിളിച്ചു. ക്ലബ് സെക്രട്ടറിയുടെ ഗസ്റ്റിനുള്ള സ്വീകരണമൊക്കെ കിട്ടി. പിന്നെ വിചാരിച്ചു DK വന്നിട്ടങ്ങ് ഉള്ളിലോട്ട് പോകാന്ന്. എന്താണ് ഈ സംഘടിത ആക്രമണത്തിന്റെ അഡ്വക്കേറ്റ് നാരായണസ്വാമി. പുള്ളി ഇപ്പൊ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഒക്കെ മതിയാക്കി നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണല്ലോ. സ്വീകരണം, പൊന്നാട, മംഗളപത്രം. അതെ, അത് തന്നെ. ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ, പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല. ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല, അറിയാലോ സ്വഭാവം. അതെ, അതുകൊണ്ടല്ലേ DK പിടിച്ചത്. DK ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ എഗ്രി ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം അതെനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വാ ഓ, ഹലോ. പിന്നെ ഇത് നമ്മുടെ കോട്ടയം ബാറിലെ എണ്ണം പറഞ്ഞ വക്കീലന്മാരാ. ഇവരെ കൊണ്ടുപോയി നമ്മുടെ ബാറിൽ എടുത്ത് ചൂടാക്കിയ തണുപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ. അപ്പൊ വക്കീലെ PP-യോടെ ചെല്ലും. ഞാൻ പുള്ളിക്കാരനെ പോയി നേരിട്ട് മുട്ടിട്ട്. ഓക്കെ. ഹലോ സാർ, പെട്ടെന്ന് പോയി കളയോ? കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സൈൻ ചെയ്യാട്ടെ. തിരുവല്ല പ്രോപ്പറാന്നോ? അല്ലെന്നേ, തറവാടിരിക്കുന്ന തിരുമൂലപുരത്ത്. ഓ, നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ? MG സോമൻ മരിച്ചു പോയ നമ്മുടെ സിനിമ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ സിനിമയിൽ ഒരുത്തനുള്ളൂ. അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ച്. ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച. പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ, സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച് തള്ളിയെന്നൊക്കെ. അത് ചുമ്മാ വിവരദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ. ഭാരതി വിളിച്ചു നോക്കിയേ. ഇപ്പൊ തന്നെ വിളിച്ചോ. കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ല ഭാരതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ. അത് ഇയാള് തന്നെ അടിച്ചോ. എനിക്ക് ഫുള്ള. തിരുമൂലപുരത്ത് എവിടാന്നാ പറഞ്ഞേ? പ്രോപ്പർ തിരുമൂലപുര. എനിക്ക് രണ്ട. ഇന്നത്തെ ദിവസം പോക്ക. കുഞ്ഞച്ചാ, ഇയാള് വക്കീൽ സാമിയെ കണ്ടായിരുന്നു? റീഡിംഗ് റൂമിലുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ബട്ടർ വെള്ളം അടിക്കുകയല്ല. ഞാൻ ബാറിലേക്ക് പോവാ. അങ്ങോട്ട് വരുവോ? ഞാൻ വന്നേക്ക് എനിക്ക് സാമി ഒന്ന് കാണാം. സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യു ആർ ലേറ്റ് ടുഡേ. ഒരു ഇച്ചിരി സാറാ കാരണം. കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞുകെട്ടി വെച്ചിരിക്കുമായിരുന്നു. സാർ എനിക്ക് വേണ്ടി ഒരു എസ് പറയണം. എന്താണ്? ഒരു ചെറിയ ചടങ്ങ്. കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിനൊരു സ്വീകരണം നൽകുന്നു. അതിലൊന്ന് വന്ന് ഇരുന്ന് കൊടുക്കണം. ബോറാകാതെ നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്ക്. ദൂരെയൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാർ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ. അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും. പ്രസംഗങ്ങളുണ്ടാവും. അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാൻ ഞാൻ നോക്കിക്കോളാം. അപ്പോ ഞാനൊരു രസങ്ങ് പറയുവേ. അന്നൊക്കെ മദ്രാസിൽ MG സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ. ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ അന്നൊക്കെ മദ്യപിക്കാൻ പാസ്പോർട്ട് വേണമായിരുന്നു. അതല്ല കുവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്കോച്ചാ. ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ, MG സോമൻ ഉണ്ടാക്കുന്ന ഓരോ കൊല്ലാപ്പ്. അല്ല, DK വന്നില്ലയോ? വന്നല്ലോ. സൈദേ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നത്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ S ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്കൊരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്നും തീർക്കട്ടെ.